പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും പിന്മാറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഔദ്യോഗികമായി തീരുമാനിച്ചു. 2026 ഏപ്രിൽ 28-നാണ് ഈയൊരു പ്രഖ്യാപനം ഉണ്ടായത്. 2026 മെയ് 1 മുതൽ പിന്മാറ്റം പ്രാബല്യത്തിൽ വരും. ഏകദേശം 60 വർഷം നീണ്ടുനിന്ന ഒപെക് അംഗത്വമാണ് UAE ഇതിലൂടെ അവസാനിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു പെട്ടെന്നുള്ള തീരുമാനമല്ലെന്നും രാജ്യത്തിന്റെ കൃത്യമായ നയങ്ങളുടെ ഭാഗമാണെന്നും UAE വ്യക്തമാക്കി. സ്വന്തം രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങളും ഊർജ്ജ ആവശ്യങ്ങളും മുൻനിർത്തിയാണ് ഈയൊരു പിന്മാറ്റം. ആഗോള വിപണിയിലെ നിയന്ത്രണങ്ങൾക്കപ്പുറം സ്വന്തം താൽപ്പര്യങ്ങൾക്കും തന്ത്രപരമായ കാഴ്ചപ്പാടുകൾക്കും അനുസൃതമായി എണ്ണ ഉൽപ്പാദനവും വിപണനവും നടത്താൻ ഇതിലൂടെ UAEക്ക് സാധിക്കും. ഒപെക്കിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമായ UAEയുടെ ഈ ഒരു പിന്മാറ്റം സംഘടനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. ഒപെക്കിന്റെ ആകെ ഉൽപ്പാദന ശേഷിയുടെ ഏകദേശം 12% മുതൽ 15% വരെ UAEയുടെ സൈഡിൽ നിന്നാണ്. UAE പുറത്തു പോകുന്നതോടെ ആഗോള എണ്ണവില നിയന്ത്രിക്കാനുള്ള ഒപെക്കിന്റെ കരുത്ത് ഗണ്യമായി കുറയും. ഒപെക്കിൽ നിന്ന് മാറിയാലും വിശ്വസ്തവും ഉത്തരവാദിത്വമുള്ള ഒരു ഊർജ്ജ പങ്കാളിയായി തുടർന്നും നിലകൊള്ളുമെന്ന് UAE ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $111 മുകളിലെത്തി. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി ഒരു അഡ്നോക് LNG ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് കടന്നു. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഇന്ന് ദക്ഷിണ ലെബനനിൽ ഹനീൻ എന്ന ഗ്രാമത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കിങ് ചാൾസും ക്വീൻ കാമിലയും ഇപ്പോൾ US-ലുണ്ട്. കിങ് ചാൾസ് US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തു. ആഗോള സുരക്ഷയിൽ നാറ്റോ സഖ്യത്തിനുള്ള പ്രാധാന്യം അദ്ദേഹം വീണ്ടും ഊന്നി പറഞ്ഞു. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ കിങ് ചാൾസിനും തനിക്കും ഒരേ അഭിപ്രായമാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇറാന്റെ കൈവശം ആണവ ആയുധങ്ങൾ ഉണ്ടാകുന്നത് തടയേണ്ടത് അത്യാവശ്യമാണെന്ന നിലപാടിൽ ഇരു രാജ്യങ്ങളും ഒപ്പമാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഫിലിപ്പൈൻസ് മുൻ പ്രസിഡന്റ് റോഡ്രിഗോ ദുതർത്തേക്കെതിരെയുള്ള കുറ്റപത്രം ICC ഐക്യകണ്ഠേന സ്ഥിരീകരിച്ചു. കുറ്റപത്രം സ്ഥിരീകരിച്ചതോടെ കേസ് ഔദ്യോഗികമായി വിചാരണയിലേക്ക് നീങ്ങുകയാണ്. ദുതർത്തെ പ്രസിഡന്റായിരുന്ന കാലത്ത് നടത്തിയ വിവാദപരമായ മയക്കുമരുന്ന് വിരുദ്ധ വേട്ടയുമായി ബന്ധപ്പെട്ടാണ് ഈയൊരു നടപടി. ആയിരക്കണക്കിന് ആളുകൾ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു. പോലീസ് സേനയെ ഉപയോഗിച്ചും അല്ലാതെയും നിയമവിരുദ്ധമായ ആളുകളെ കൊലപ്പെടുത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നേരിടുന്നത്. 2026 ആണവ നിർവ്യാപന കരാർ, അതായത് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അവലോകന സമ്മേളനത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇറാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് വാഷിംഗ്ടണിന് വലിയൊരു നയതന്ത്ര തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് കോടതിയിൽ ഹാജരായ ഇലോൺ മസ്ക് OpenAI എന്ന സ്ഥാപനത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമായി തുടങ്ങിയ OpenAI ശതകോടികൾ മൂല്യമുള്ള ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റിയത് വലിയൊരു കൊള്ള ആണെന്നാണ് മസ്ക് ആരോപിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കുമെന്ന വാഗ്ദാനം ലംഘിച്ച് കമ്പനി ലാഭത്തിന് പിന്നാലെ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നു. OpenAI ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഒരു ഉപ കമ്പനിയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിന് വിരുദ്ധമാണെന്നും മസ്ക് കോടതിയിൽ വാദിച്ചു. അമേരിക്കൻ ടെലിവിഷൻ ഹോസ്റ്റും കൊമേഡിയനുമായ ജിമ്മി കിമ്മൽ പ്രഥമ വനിതയായ മെലാനിയ ട്രംപിനെക്കുറിച്ച് നടത്തിയ ഒരു തമാശ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ജിമ്മി കിമ്മലിന്റെ തമാശ തന്നെ അപമാനിക്കുന്നതാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും മെലാനിയ ട്രംപ് ആരോപിച്ചു. ഈ പരാതിയെ തുടർന്ന് US-ലെ കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററായ FCC, അതായത് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ, ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലുകളുടെ ബ്രോഡ്കാസ്റ്റ് ലൈസൻസുകൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മെലാനിയ ട്രംപിനെതിരെയുള്ള പരാമർശങ്ങളിൽ പ്രസിഡന്റ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിക്കുകയും മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ നീക്കം മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു.